ഇന്ന് അമ്പലത്തിൽ പാട്ട് കേട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എണീറ്റത് കേട്ടോ. നോക്കിപ്പോൾ കൂറ്റിയിട്ടാ പാട്ട് വയ്ക്കുന്നതിനേക്കാളും മുമ്പ് എണീറ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ അംഗം ഇവിടെ തുടങ്ങിയാലോ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. കാലത്ത് തന്നെ ശ്രീകുട്ടന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സും അതുപോലെ തന്നെ പയറുപ്പേരിയും വെച്ച് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഇന്ന് കുറച്ച് അധികം പരിപാടികളുണ്ട്. അത് കാരണം കൊണ്ട് ഇന്ന് ഗഡുപിടയെന്നാണ് നമ്മുടെ കാലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കേട്ടോ. ഞാൻ കുറേ പണിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പപ്പണിയുടെ ആശാത്തിയാണ്. കൊഴുക്കട്ട അതുപോലെ തന്നെ അട. അപ്പോൾ 2 വിഭവമായല്ലോ. ശ്രീകുട്ടന് സ്നാക്സും ഉച്ചയ്ക്ക് ഒരു അടയും കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ കാലത്ത് ചോറുണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചോറുണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പയറുപ്പേരിയും മീൻ വറുത്തതും ആക്കുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചേട്ടന്മാരുണ്ടെങ്കിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതവർക്ക് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 4 മണിക്ക് പലഹാരം ചായയുടെ ഒപ്പം കൊടുക്കുകയും ചെയ്യാമല്ലോ. എന്തെല്ലാം കുറുക്ക് വഴികളാണ് നമ്മൾ കണ്ടുപിടിക്കണല്ലേ. ഒരു വെടിക്ക് നമ്മൾ ഒരുപാട് പക്ഷികളെ അങ്ങോട്ട് താഴ്ത്ത് വിട്ടിടും. അങ്ങനെയാണ് കേട്ടോ നമ്മളിങ്ങനെ കുറുക്കുവഴികൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അടുക്കളയിൽ പ്രത്യേകിച്ച് കുറേ നേരം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് ബോറടിക്കില്ലേ. അപ്പോൾ നമ്മൾ കുറുക്കുവഴികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ അടിപൊളി നാടൻ പയറായിരുന്നു. കറണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് കാച്ചി എടുത്തിട്ടുണ്ട്. കുത്തി കാച്ചില്ലേ, നമ്മുടെ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കുത്തി കാച്ചി എടുത്തിട്ടുണ്ട്. മാത്രമല്ല നല്ല പൂമി ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഫിഷ് മാർക്കറ്റിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുറേ കുട്ടി മീനുകൾ കുറച്ച് നമ്മുടെ ആവശ്യത്തിന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രീകുട്ടൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് 2 പൂമിയും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ചേട്ടന്മാർക്ക് തന്നെയാണ് വറുത്ത് കൊടുത്തത്. അവർക്ക് വലിയ കഷ്ണം മീനുകളാണ് കേട്ടോ. എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ അവർ ചേട്ടന്മാർ. അങ്ങനെ ഞാൻ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കുമ്പളങ്ങ കൂട്ടാൻ വെക്കാൻ പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ പറമ്പിൽ നിന്ന് ഭാഗ്യം പൊട്ടിച്ചുകൊണ്ട് വന്നതാ. ഇതിനേക്കാളും വലുതുണ്ട് അത്രേ. അപ്പോൾ അത്ര വലുതാവുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല. ഇത് മോര് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മോര് കൂട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചിലവാകും. നമ്മുടെ കുമ്പളങ്ങയും വെള്ളരിക്കയും ഒക്കെ പരിപ്പിലിട്ട് വെക്കുന്നേക്കാളും അടിപൊളിയാണ്. മാത്രമല്ല നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുമ്പോൾ അതിന് പ്രത്യേക ഒരു രുചിയല്ലേ. ബാക്കി വന്നത് കഷ്ണങ്ങളായിട്ട് ഇവിടെയുള്ള പല വീടുകളിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇവ നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുക്കറിൻ്റെ മുകളിലത്തെ വാഷൊക്കെ ഊരിയിട്ട് ഒന്ന് കഴുകി വീണ്ടും ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള നാളികേരം കൊണ്ട് ചമ്മന്തിയും പിന്നെ ബാക്കിയുള്ള നാളികേരം നമ്മളിതിൽ അരച്ചൊഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചമ്മന്തിയൊക്കെ കൂടെ എന്നും ഉണ്ടാക്കണം. അപ്പോൾ ബാക്കി വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കേടായിട്ടുണ്ടാവില്ല. ചമ്മന്തിയൊക്കെ നമ്മൾ കുറേ ദിവസം ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ അത് നാളികേരം ഇടാത്തതായതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ച് വലിയൊരു ഉണ്ട ചമ്മന്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ജീരകവും നാളികേരവും പച്ചമുളകും ഇട്ട് അരച്ച് അതുപോലെ തന്നെ മോര് കൂട്ടാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മോരൊഴിച്ചിട്ട് ഇതൊക്കെ ഒരുപാട് വട്ടം കാണിച്ചിട്ടുള്ള കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും കാണിക്കാത്ത. ഇന്നിൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്കുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ഡാൻസ് ക്ലാസ് വരെ എത്തുമ്പോഴേക്കും ഏകദേശം നന്നായിട്ട് സ്കിന്നൊക്കെ വല്ലാത്ത രീതിയിലായിട്ടുണ്ടാവും. ബസ്സിലാണ് പോകുന്നത്. 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. മാത്രമല്ല അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ വെയിലൊക്കെ കൊണ്ട് വലിയ രീതിയിൽ ടാനൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കുന്നതേ നമ്മുടെ ഈ ഒരു ഇത്തിരി കുഞ്ഞനാണ് കേട്ടോ. ആക്ച്വലി ഇത് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വട്ടം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു സിറാണ് ഇത്. നമ്മുടെ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിങ് ടർമറിക് ഫേസ് സിറാണ് കേട്ടോ. ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാൻ കുറേ നാളുകളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്കിപ്പോൾ ആക്നി സ്കാറുകൾ അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് മൂലം വരുന്ന നമ്മുടെ പിമ്പിൾസ്, പിന്നെ നമുക്ക് സൺ ടാൻ അടിച്ചിട്ട് വരുന്ന നമ്മുടെ സണ്ണിൻ്റെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് വരുന്ന നമുക്ക് സൺ ടാനുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ ഒരു ഗ്ലോ ആക്കി നിർത്താനും ഒരു ഈവൻ ടോൺ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്ക് ഡെയിലി ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സിറാണ്. 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള ടർമറിക് ആണ് കേട്ടോ. 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനമൈഡ് ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. ബെസ്റ്റ് ഓഫ് നേച്ചർ എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ബെസ്റ്റ് ഓഫ് സയൻസും ആണ് കേട്ടോ. 100 മടങ്ങാണ് ഇതിൻ്റെ ടർമറിക് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്വാരസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ വഴിയാണ്. അത് കാരണം കൊണ്ട് തന്നെ നാച്ചുറലി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മഞ്ഞളുണ്ടല്ലോ, അതിൻ്റെ എല്ലാ പൊട്ടൻഷ്യലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും നമ്മുടെ സ്കിന്നിലേക്ക്. ഹിമാലയയുടെ ഈ സ്വാരസ ടർമറിക് ഉപയോഗിക്കുന്നത് കൊണ്ട് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് സ്പോട്ടിൻ്റെ റിഡക്ഷൻ കാണാൻ പറ്റും കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടുള്ള റേഡിയൻ്റ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മളിത് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഇതിങ്ങനെ എടുക്കുക, 2 ഡ്രോപ്പ് നമ്മൾ മുഖത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് 2 നേരമായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് 2 വൈസ് ആയിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ സർക്കുലാർ മോഷനിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ദിവസം 2 വട്ടം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കാലത്തോ വൈകുന്നേരമോ എപ്പോഴോ. പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇടണേ.
നമ്മുടെ ഈ പ്രോഡക്റ്റ് നമുക്ക് നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. മാത്രമല്ല ഇവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ഇവരുടെ ആപ്പിലും അവൈലബിൾ ആണ്. 30% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ സൺസ്ക്രീൻ ഇടണം നമ്മൾ അഥവാ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ കേട്ടോ. നമ്മുടെ ഈ പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടും നല്ല ഇവൻ ടോണായിട്ട് നമ്മുടെ സ്കിൻ നിൽക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു ഗ്ലോ ഒക്കെ വരാൻ വേണ്ടിയിട്ടും കണ്ട നമുക്ക് അടിപൊളിയായിട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരുപാട് മേക്കപ്പ് ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒലിച്ചിറങ്ങും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് യൂണിഫോം ഒന്നും ടോട്ടലി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ കല്യാണിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന പച്ചയും ചോപ്പും ഒരു യൂണിഫോം സാരിയാണ്. ഭരതനാട്യം പ്രാക്ടീസ് സാരി എന്നാണ് പറയുക. നമുക്ക് പക്ഷേ ബ്ലാക്ക് ആണ് ബോർഡർ വരേണ്ടത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ റിമിയോട് പറഞ്ഞു, നീ ഇത് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ബ്ലാക്ക് ബോർഡർ വെച്ചിട്ട് എൻ്റെ യൂണിഫോം പരുവത്തിലാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഇതിൽ ബക്കളൊക്കെ വെച്ചിട്ട് ആൾ സെറ്റാക്കി തന്നിട്ടുള്ള സാരിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഭരതനാട്യം പ്രാക്ടീസ് സാരി ഉടുക്കാൻ പോകുന്നത്. അതും നമുക്ക് റെഡി ടു വെയർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാരണം കുറച്ചും കൂടി എളുപ്പത്തിൽ എടുക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. ഭയങ്കര ബ്ലാക്ക്, ഒരു ജെറ്റ് ബ്ലാക്കുള്ള ഒരു ബ്ലൗസും അതോടൊപ്പം തന്നെ അതിനേക്കാളും ബ്ലാക്ക് ആയിട്ടുള്ള ബോർഡറും ആൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റൊരു പച്ചക്കര അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പച്ചക്കരയിൽ നിൽക്കും. പക്ഷേ ഇതിന് തിരിച്ചു കൊടുക്കാൻ പറ്റും, നമ്മൾ ഓൾറെഡി റെഡി ടു വെയറിലാക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ ജസ്റ്റ് സാരി ഉടുക്കുന്ന പോലെ തന്നെ ഉടുക്കാന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് സാരി ഉടുക്കുന്നത് വലിയ വശമില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. അവിടെ ഡാൻസ് ക്ലാസ്സിൽ ചേച്ചിമാർ അടിപൊളിയായിട്ട് ഉടുത്തിട്ട് വരും കേട്ടോ. ചേച്ചിമാർ മാത്രമല്ല അനിയത്തിമാരും അവരൊരുപാട് നാളായിട്ട് ഡാൻസിൻ്റെ പ്രാക്ടീസുകാർ ഉടുക്കുന്നതായ കാരണം കൊണ്ടേ. അപ്പോൾ എനിക്കിത് ഭംഗിയുണ്ടോയെന്ന് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. അത്യാവശ്യത്തിന് ബാക്കും ഫ്രണ്ടൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇതിങ്ങനെ ഒരു ഷേപ്പിൽ നിൽക്കും സാരി ഉടുത്തിട്ടുണ്ടെങ്കിൽ. ഭാഗ്യനെ തന്നെ ഉടുത്ത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഭാഗ്യം പറയാം സൂപ്പറായിട്ടുണ്ടല്ലോ, സുന്ദരിയായിട്ടുള്ളൂ എന്ന്. അപ്രിസിയേഷൻ എപ്പോഴും നമ്മുടെ പെൺപിള്ളേർക്ക് ഭയങ്കര ഒരു പ്രചോദനമാണ് അല്ലേ. അപ്പോൾ ഞാൻ ശ്രീകുട്ടൻ എന്ന് പറയുന്നത് ഭാഗ്യൻ്റെ അടുത്ത് സുന്ദരി ഞാനും സുന്ദരൻ നീയും എന്നൊക്കെ പറഞ്ഞ് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കളിച്ച് നോക്കുകയാണ് അവിടെ ഒരു ആവേശം കൊണ്ട് ഡാൻസ് ക്ലാസ്സിൽ പോകുന്നേക്കാളും മുന്നേ. അങ്ങനെയാണ് അത് സംഭവിച്ചത്. ഡാൻസ് ക്ലാസ്സിൽ പോകുന്നേക്കാളും മുന്നേ അവർ വിളിച്ചു പറഞ്ഞു ജഡ്ജ്മെൻ്റ് ഉണ്ട്, അത് കാരണം കൊണ്ട് ഇന്ന് മാഷ് വരില്ല, നമുക്ക് പ്രാക്ടീസ് ഓൺലൈനിലാക്കാമെന്ന് പറഞ്ഞു. പൊതുവെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമ്മൾ പോകല് കുറവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പക്ഷേ ഓൺലൈനിലാണ് കേട്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എൻ്റെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണണമെന്ന്. അപ്പോൾ മുകളിലേക്ക് പോകും ഞാൻ. അവിടെയാണ് എനിക്ക് കുറച്ചും കൂടി സൗകര്യം ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൺലൈനിൽ ക്ലാസ് ഉണ്ട്, ഓഫ്ലൈനും നമുക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് കുറച്ചും കൂടി നല്ലത്. ഡാൻസ് ക്ലാസ് എപ്പോഴും ഓഫ്ലൈൻ ക്ലാസ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ സാരി ഉടുത്തിട്ട്. നമുക്ക് നല്ല കംഫർട്ടബിളും ആണ് അത് ഉടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് നേരം കളിക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ടയർഡാവിടോ. കാരണം എന്താണ് ഇത്രയും നാളായിട്ടും ഒരു 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 ട്രാക്കിലേക്ക് അങ്ങോട്ട് വീണിട്ടില്ലേ ഞാൻ. എന്നാലും ഞാൻ വീഴും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് പോലെ പതിവ്, ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ കയറാറില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഓൺലൈൻ ക്ലാസ്സിൽ. ഞാൻ ഇവിടെ ഇരുന്ന് ഉഴപ്പും ചെയ്യും, അവിടെ ചിലപ്പോൾ ഉഴപ്പുള്ളതൊന്നും നടക്കില്ലേ, ടീച്ചർ കളിക്കാൻ പറയും. അപ്പോൾ നമ്മൾ കളിച്ച് പോകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാരണം കൊണ്ട് നമ്മൾ കളിക്കുകയും ചെയ്യും, ഉഴപ്പാൻ നിൽക്കില്ല. അപ്പോൾ പരമാവധി എഫേർട്ട് കൊടുക്കും. ഇവിടെ ആകുമ്പോൾ ആരും ചോദിക്കാനും പറയാനില്ലല്ലോ എന്നുള്ളൊരു തോന്നലിൽ ഉഴപ്പി നടക്കലാണ് പതിവ്. അപ്പോൾ ഞാനായിരിക്കും അവിടെ ഏറ്റവും അധികം ബേസ് തൊട്ട് പഠിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കുറവ് കളിക്കുന്ന ഒരാളെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ടീച്ചർമാരാ, ഡാൻസ് ടീച്ചേഴ്സാണ്, ഓൾറെഡി ഡാൻസ് പഠിപ്പിക്കുന്ന ആൾക്കാരാ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് പഠിപ്പിക്കാനും പഠിച്ചെടുക്കാനും ഗ്രാസ്പ് ചെയ്യാനും ഒക്കെ എളുപ്പമുണ്ട്. ഞാൻ ഇപ്പം കൂടി ടീച്ചറുടെ അടുത്ത് പറയായിരുന്നു ഏതെങ്കിലും ഒരെണ്ണത്തിൽ ജോയിൻ ചെയ്താൽ മതിയായിരുന്നു എന്ന്. ഇത് പൊറ്റടിക്ക് എല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചിട്ട് പറ്റാത്ത അവസ്ഥയിലായി. സമയക്കുറവാണ് കേട്ടോ. വേറൊരു ജോലി ഇല്ല. അപ്പം നമുക്ക് ചാനലോ കണ്ടന്റ് ക്രിയേഷനോ അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ വർക്കുകളോ ഒക്കെ ഒന്നും ഇല്ല. ഇത് ഇങ്ങനത്തെ ഒരു നമ്മൾ ഡാൻസിന്റെ ലോകത്തിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു. നമുക്ക് കുറച്ചും കൂടിയും അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യല്ലേ. ഇപ്പൊ നമുക്ക് തീരെ പറ്റുന്നില്ല. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾ എനിക്ക് ഇതിനു വേണ്ടി മാത്രം മാറ്റി വയ്ക്കേണ്ടി വരിക. അപ്പോൾ പിന്നെ എന്നോട് ചേച്ചി, നമ്മുടെ നാത്തൂൻ ചേച്ചി രേഖേച്ചി പറയാറുണ്ട്, ചേച്ചി എപ്പോഴും ഇങ്ങനെ പറയും, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോഴാണ് ആരോഗ്യമുള്ള അവസ്ഥ. ഏത് ജോലി വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. കുറച്ചും കൂടി നാൾ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ലോ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആഗ്രഹങ്ങളും നടക്കില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ശരീരം എന്നെ അനുവദിക്കില്ല എന്ന് പറയും. അപ്പം ഞാൻ അതിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് മുന്നോട്ട് പോകണത്. എപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കും ഇപ്പം നടക്കുന്നില്ലെങ്കിൽ അത് പിന്നെ ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം. ഇതിപ്പോൾ എനിക്ക് ഡാൻസ് പഠിച്ചിട്ട് എനിക്ക് ഡാൻസ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരു ഡാൻസ് ക്ലാസ് തുടങ്ങാനോ ഒന്നും ആഗ്രഹമില്ല. അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒന്നിനു വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ പഠിക്കണേ. ആക്ച്വലി അവിടെ വരുന്ന എല്ലാവരുടെ ആവശ്യം
ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഡിപ്ലോമ ഇൻ മോഹിനിയാട്ടം എന്നുള്ള അവിടെ ടീച്ചർമാരാണ്. അവരുടെ ലോകവും അവരുടെ ജീവിതവും ഡാൻസാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഡാൻസ് എന്ന് പറയുന്നത് എൻ്റെ സന്തോഷമാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ പോകുന്നേക്കാൾ മുന്നേ നല്ലൊരു പെർഫോമർ ആവുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ടീച്ചർ ആവുക അങ്ങനെയൊന്നും ഇല്ല എനിക്ക്. ചിലപ്പോൾ ഭാവിയിൽ ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ എനിക്ക് 4 പിള്ളേരെ പഠിപ്പിച്ചാൽ എന്താണെന്ന് തോന്നാം. മറന്നു പോവാതിരിക്കാനൊക്കെ അത് അടിപൊളിയാണ്. എപ്പോഴും മാഷ് പറയാറുണ്ട്, നിങ്ങൾ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കും, അപ്പം നിങ്ങൾക്കും പഠിക്കും പിള്ളേരും പഠിക്കും എന്നൊക്കെ നമ്മുടെ RLV രാമകൃഷ്ണ സാറ് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചറും എപ്പോഴും പറയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന്. പക്ഷെ ഞാൻ ഇത്തിരി തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും ആകെ ഉണ്ടാവും. നമുക്കൊന്ന് മണ്ണുത്തിയിലേക്ക് വളം മേടിക്കാൻ പോകണം. നമ്മുടെ വാഴയ്ക്ക് ആട്ടും കാഷ്ടം പൊടിച്ചതാണ് ഇടണമെന്ന് പറഞ്ഞു ഭാഗ്യൻ. അപ്പോൾ ആട്ടും കാഷ്ടം പൊടിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട്. എനിക്കതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഭാഗ്യൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പതുക്കെ കുറച്ച് നേരം കൂടി പ്രാക്ടീസ് ചെയ്തിട്ട് ഭാഗ്യം വരുന്നവരെ പ്രാക്ടീസ് ചെയ്യാൻ, എന്നിട്ട് നമുക്ക് പോവാട്ടോ. അങ്ങനെ കുറച്ച് നേരം പ്രാക്ടീസൊക്കെ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ കാനന ഭംഗി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മോശമല്ലേ? ഇവിടെ വരെ വന്നിട്ട് ഞാൻ നിങ്ങളെ കാടിൻ്റെ മുകളിൽ നിന്നുള്ള ഭംഗി കാണിച്ചു തരാണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങ് മേലെ മാമല മുകളിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടടാ. ആടിനെ മേയ്ക്കാൻ ആൾക്കാർ പോകും അങ്ങോട്ടേ. അപ്പം അതിൻ്റെ ശബ്ദങ്ങളൊക്കെയാണ് തോന്നുന്നു കേൾക്കുന്നത് കേട്ടോ. താഴത്ത് കണ്ട നമ്മുടെ ചീരപ്പാടം. ആക്ച്വലി എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നിങ്ങൾക്ക് ഈ കാഴ്ച അതിൻ്റെതായ രീതിയിൽ കാണാൻ പറ്റുന്നില്ലല്ലോന്ന്. അങ്ങനെ ഇന്ന് നമ്മുടെ വിളവെടുപ്പ് ദിവസമാണ് കേട്ടോ. കുറേ സംഭവങ്ങൾ വിളവെടുക്കാനുണ്ട്, ഒപ്പം ചക്കയും. ഒരെണ്ണം നമ്മൾ ഇത് വീട്ടിലേക്കും ഇളാമയ്ക്കും ഡൽസാൻഡിക്കും വേണ്ടി നിർത്തിയിട്ടുള്ള ഇത് കുഞ്ഞത് ചെറിയ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ചെറുതാണ്. ഇത് 2-3 ആൾ മാത്രം വീട്ടിലുള്ള ഒരു ടീമിന് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടാ. അങ്ങനെ ആരെങ്കിലും കടയിൽ വന്നാൽ ചെറുത് മതി എന്ന് പറഞ്ഞാൽ പഴുത്തിരിക്കുന്നതാണ് പോയി മേടിക്കും. ചക്ക തിന്നാനുള്ള കൊതിയുണ്ട്. എന്നാൽ വലുത് കഴിക്കാൻ വീട്ടിൽ ആൾക്കാളില്ല. വലുത് കഴിക്കാൻ ആളില്ലാത്തത് മാത്രമല്ല കേട്ടാ, ചെറിയ വീടുകളിൽ ചിലപ്പോൾ വലിയ ചക്ക മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ ചെറുത് ഒരെണ്ണമുള്ളൂ. ഇതൊക്കെ വലുതാണ്. ഇതൊക്കെ ഒരെണ്ണം മേടിക്കുമ്പോൾ 500 രൂപ 600 രൂപ വരും. ഇവിടെ വയ്ക്കാം. വണ്ടി വരുന്നേക്കാളും മുന്നേ കായ വെട്ടി വെച്ചു, പപ്പക്കായ പൊട്ടിച്ചു വെച്ചു, ചക്ക ഇട്ട് വെച്ചു, എല്ലാം സെറ്റാക്കി. അപ്പം നമുക്ക് കുറച്ച് ചെടി പരിപാടി ഉണ്ട്, അതുമ്മക്ക് ഇന്ന് കയറിയാലോ. ഭാഗ്യൻ എന്നും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഭാഗ്യൻ തന്നെ നടുന്ന ശംഖുപുഷ്പം. പാട്ടുപാടിയ പാടുക ഭാഗ്യൻ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ഈ ശംഖുപുഷ്പം കണ്ണെഴുതുമോ? ഞാൻ ഈ മേടിച്ച ശംഖുപുഷ്പത്തിന് 125 രൂപയായിരുന്നു ഒരു ചട്ടിക്ക് കേട്ടോ. തൊട്ടപ്പുറത്തെ ഇളമേരോട് അത് കുറേ ഉണ്ടായിരുന്നു. നമ്മുടെ ശിവ ഇളമേര എടുത്തല്ല, ഇവിടെ ശാന്ത ഇളമ ഉണ്ട്. എനിക്ക് ഇളമേര എടുത്തപ്പോൾ ഇളമേനോട് പറയാൻ നിനക്ക് പ്രാന്താടി കൊണ്ടെന്ന്. അങ്ങനെ നമ്മൾ അതൊക്കെ വെച്ചു. ഭാഗ്യൻ്റെ വിവിധ കോലങ്ങൾ. കുളിക്കാൻ പോയ ഭാഗ്യനെ ഞാൻ ഈ ഒരു ചെടി വയ്ക്കാൻ വേണ്ടി വീണ്ടും വിളിച്ചുകൊണ്ട് വന്നതാണ്. കാരണം അവിടെ കുത്തിയിട്ട് താഴണില്ലടാ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള നമ്മുടെ ചെടികളൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. അതായത് നമ്മൾ കുറേ ചെടികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെടിച്ചട്ടിയിലാക്കി വെക്കുന്നതാണ് സൗകര്യം. കാരണം നമ്മുടെ മുറ്റത്തിൻ്റെ പണികൾ കഴിയാത്ത കാരണം വലിയ ചെടികളാവണത് കൂടി എവിടെ വെക്കുകയാണ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ ആട്ടും കാഷ്ടമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നത് കേട്ടോ. ആട്ടും കാഷ്ടം നമ്മുടെ ഇവിടെ എങ്ങനെയാണ് കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട്ട ആട്ടും കാഷ്ടം എന്നാ പറയാം. അതിന് 40 രൂപ 60 രൂപ എങ്ങാണ്ടാണ്. അത് ചാണകം പോലെ ഇരിക്കുക, വിത്ത് യൂറിൻ, ആട്ടിൻ്റെ മൂത്രം കൂടെ മിക്സ് ചെയ്തിട്ടേ. അപ്പോൾ അത് ഭയങ്കര ഒരു ഗുണമുള്ളതായിരിക്കും. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിക്കാൻ പോകുന്നത്, ഇന്ന് മണ്ണൂത്തിക്ക് മേടിക്കാൻ പോകുന്നത് പൊടിച്ചു കൊണ്ടുവന്ന ആട്ടും കാഷ്ടമാണ്. പെട്ടെന്ന് മണ്ണിൽ ചെന്നിട്ടൊക്കെ ഞാൻ ഈ പറയുന്നത്, പെട്ടെന്ന് മണ്ണിൽ ചേരാൻ അതാണ് നല്ലതെന്നുണ്ടെങ്കിലും വാഴയ്ക്കൊക്കെ അതാണ് നല്ലതെന്നുണ്ടെങ്കിലും നമ്മുടെ ചെടികൾക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് നാച്ചുറൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതായിരിക്കുന്ന ചാക്കിലത്തെ ചാണകം പോലത്തെ ആട്ടും കാഷ്ടമാണ് കൊണ്ടുവരുന്നത്. അത്രയും ഇങ്ങനെ വഴുവഴുന്നിരുന്നിരുന്ന കേട്ടോ. ഞാൻ പിന്നെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടല്ലോ, അത് കാരണം കൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഈ ചെത്തികൾ ഭയങ്കര ക്രേസാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെത്തികളും ഇളയമ്മയുടെ വീട്ടിൽ കുറേ ചെത്തി ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ വീട്ടിലും വേണം നിറച്ച് ചെത്തിന്ന്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉമ്മർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിനിയേച്ചർ ചെത്തികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചട്ടിക്ക് 40 രൂപയാന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ വിൻഡോ പ്ലാസ്റ്റിക്സിൽ നമ്മുടെ മണ്ണുത്തിന്ന് അവിടെ നിന്നാണ് മേടിക്കാറുള്ളത്. അവിടെ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് ചട്ടികൾ കിട്ടുന്ന കാരണം കൊണ്ട് നമ്മൾ കുറച്ച് അധികമൊക്കെ മേടിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെത്തി നന്നായിട്ട് പൂണ്ടാവുന്ന ചെത്തിയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് DAP അതുപോലെ തന്നെ
NPK ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ശ്രീകുട്ടനോട് ഞാൻ അവിടെ കൊണ്ടുപോയിക്കും മോനെ ചട്ടി എന്ന് പറഞ്ഞപ്പോൾ പോയി കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് 1/2 മണിക്കൂറായിട്ട് പറയാം, അമ്മ എനിക്ക് ഈ ലോകം മുഴുവൻ കറങ്ങണ പോലെ ഫീൽ ചെയ്യുന്നു എന്ന്. ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നിന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പറയില്ലേ, അറിയാത്ത പിള്ള ചൊറിയും പറയും, വേണ്ട മോനെ വീഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ വീഴും. അപ്പോൾ പറയാം അമ്മ പറഞ്ഞാണോണ്ടാ വീടേന്ന്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കുറച്ചു നേരം കഴിഞ്ഞ് ആള് കാര്യം മനസ്സിലാക്കും അവർ. അപ്പോൾ ചെടിയൊക്കെ നനച്ച് ആള് സെറ്റായി അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ പിങ്ക് കളറുള്ള ചെത്തി, മഞ്ഞ കളറുള്ള ചെത്തി, ഭദ്രകാളി ചെത്തി, അങ്ങനെയൊക്കെ കുറെ പേരുള്ള ചെത്തികൾ ഉണ്ടായിരുന്നുടാ. ഞാൻ അതൊക്കെ ഓരോരോ തൈകളൊക്കെ മേടിച്ചു. 30 രൂപ 35 രൂപയൊക്കെയുള്ളൂ. ഹോൾസെയിലായിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകണം, പക്ഷേ മാടക്കത്തറ സൈഡിലേക്കൊക്കെ. അവിടെ നിന്ന് മേടിച്ചപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ചെടി നടൽ പകുതിക്ക് വെച്ച് ഞാൻ അവസാനിപ്പിച്ചു. ഇത്രയും ചെടികൾ നമുക്ക് നടാനുള്ളതാണ്. ചെമ്പരത്തിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഭാഗ്യം പൊട്ടിച്ചുണ്ടാടുന്ന ഒരു പപ്പക്കായമെന്ന് ഒരു പപ്പക്കായും, അതുപോലെ തന്നെ അവരുടെ വെഡിങ് ആനിവേഴ്സറി അപ്പോൾ ഒരു കേക്കും മേടിച്ചു കൊണ്ട് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ പത്മനാഭേട്ടനും രമേശേട്ടനും ദാ ഭക്ഷണം കഴിക്കാനെത്തി. അങ്ങനെ നമുക്ക് വീണ്ടും നമ്മുടെ പഴയ ഡ്രസ്സ് ഇട്ട് അടുക്കളയിലേക്ക് കയറാം. ഇന്ന് നമ്മൾ അവർക്ക് ഒന്നും വെക്കൊന്നും വേണ്ട, കാലത്ത് ഫുഡൊക്കെ ഉണ്ടാക്കിയ കാരണം കൊണ്ട് അവർ ഇത്തിരി ഉച്ച കഴിഞ്ഞിട്ടാണ് വരണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പൊറോട്ടയും ചിക്കനാക്കാമെന്ന് വിചാരിച്ചു. പൊറോട്ട നമ്മൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 8-9 കിലോമീറ്റർ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കേക്ക് മേടിക്കാൻ സമയത്ത് പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ നമുക്ക് ചിക്കൻ വെച്ചാൽ മതിയല്ലോ. അവിടെ നമ്മൾ എന്താ പറയുക, കുറച്ച് എളുപ്പപ്പണി കണ്ടുവന്ന്. പൊറോട്ടയൊന്നും എന്നും കഴിക്കുന്ന സാധനങ്ങളല്ല നമ്മളും അവരും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചിക്കൻ നമുക്ക് വെച്ച് പൊറോട്ട നമുക്ക് എളുപ്പപ്പണിയല്ലേ, എന്താ നമുക്ക് എപ്പോഴും അവരോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കണ്ടേ, കുക്ക് ചെയ്ത് മാത്രം ഇരുന്നാൽ മതിയോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ നമ്മുടെ സാധാരണ കുക്കർ ചിക്കൻ, എൻ്റെ 1 മിനിറ്റ് കുക്കർ ചിക്കനാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ റെസിപ്പി കുറേ വട്ടം ഷെയർ ചെയ്തിട്ടുള്ള മാത്രമല്ല നമ്മുടെ ഷോർട്സിലും കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാറുള്ളത് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ഗസ്റ്റുകൾ വരുമ്പോൾ ട്രീറ്റ് ചെയ്യുന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞോളൂ. ഞാൻ പിന്നെ കുറച്ച് മുള്ളഞ്ചീര പൊട്ടിച്ചുകൊണ്ട് വന്ന് അതൊന്ന് ഉപ്പേരി വെച്ചു, പഴംപൊരി ഉണ്ടാക്കി. പഴംപൊരി ആകുമ്പോൾ ചായയുടെ ഒപ്പം വന്നപ്പം എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ. അവർ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നവരാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനമ്മയും ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് നമ്മുടെ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് അച്ഛനമ്മയും കൂടി കൂട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ശ്രീകുട്ടനും എൻ്റെ മക്കൾക്കൊക്കെ 2-3 വാച്ചൊക്കെ മേടിച്ച് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. അവർ പെട്ടെന്ന് തന്നെ പോയോ കേക്ക് മുറിക്കലൊന്നും കാണിക്കാതിരുന്നത്. അവർക്ക് ക്യാമറ കുറച്ച് പേടിയുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ നമുക്കിനി ആട്ടും കഷ്ടം മേടിക്കാൻ പോവാട്ടോ. കടയിലേക്ക് പോകണം. കടയിലേക്കല്ല, ഇപ്പം നേരിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകണം. നമ്മൾ വാഴ വെച്ചിട്ടുണ്ടല്ലോ, അവിടേക്ക് ആട്ടും കാഷ്ടം മേടിക്കണം. പൊടിച്ചത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പൊടിക്കണേ നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പില്ല, അവർ കാണിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. ചാണകമൊക്കെ അവിടെ പൊടിക്കുന്ന സ്ഥലം, ജൈവവളങ്ങളാണ് നമ്മൾ കൂടുതൽ വാഴയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പം അതൊന്നൊരു 4 ടൺ മേടിക്കണം. 4 ടണ്ണാണ് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളത്. വാഴയ്ക്കകത്തേക്ക് മതിയാവും. ഒരു വാഴയ്ക്കാണ് ഇടുന്നത്, ബാക്കി ഇട്ട് കഴിക്കുന്നതാണ്. കാരണം അല്ലെങ്കിൽ വാടക 1500 ഒക്കെ മേടിക്കും. അപ്പം നമുക്ക് വണ്ടിയുള്ള കാരണം ഡീസൽ അടിച്ചാൽ മതിയല്ലോ. നമ്മുടെ കൃഷിക്കൊക്കെ നമ്മൾ കൂടുതലും ജൈവവളമാണ് യൂസ് ചെയ്യുന്നത്. ജൈവവളം മാത്രമല്ല, ഇടയ്ക്ക് വേറെ കുറച്ച് വളങ്ങൾ, അതായത് നമുക്ക് നമ്മുടെ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് മണ്ണിൽ ഇന്ന ഘടകങ്ങൾ കുറവുണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വളരെ ശാസ്ത്രീയമായ രീതിയിലും ജൈവികമായ രീതിയിലാണ് ഭാഗ്യൻ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണുത്തിക്കാണ്. നാടിൻ്റെ കാഴ്ച നമ്മൾ കണ്ണിൽ കാണുന്നത് നമുക്ക് ക്യാമറയിൽ പകർത്താൻ പലതും പറ്റാറില്ല. അതന്നെ. പോകുവാനുണ്ടേറെ ദൂരം യാത്ര പോകാൻ, കാഴ്ചകൾ കാണാൻ, കണ്ണിറയെ കാഴ്ചകൾ കണ്ടീ മണ്ണിൽ നിന്നും യാത്രയാകാൻ. പോകുവാനുണ്ടേറെ ദൂരം. പോകുമ്പോ പാടാൻ പറ്റിയ പാട്ടാട്ടാ. ഞാനാണ് എപ്പോഴും പറയാറ്, രാജ്യത്ത് ഈ ലോകത്തുനിന്ന് പോണ മണ്ണിലേക്ക് പോണേക്കാളും കാഴ്ചകള്. മോനത് ഗദ്യത്തിൽ പറയും, ഞാനത് പദ്യത്തിലാക്കി അത്രയ്ക്കുള്ളൂ. ഞാൻ എഴുതി മുഴുവനായിട്ടൊന്നുമില്ല, ഇങ്ങനെ വെറുതെ 4 വരി ഇങ്ങനെ മനസ്സിൽ വന്നു എന്ന് മാത്രമല്ല, എഴുതി വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഈ മണ്ണിൽ നിന്ന് പോണതിന് മുമ്പ് കാണാനുള്ള കാഴ്ചകളൊക്കെ കാണണം എന്നാണ് പറയാ. നമ്മളിങ്ങനെ യാത്ര പോലൊന്നേ ഭാഗ്യം വലിയ താല്പര്യമില്ല കേട്ടാ. യാത്ര പോകാൻ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ആൾക്ക് ഇങ്ങനെ എവിടേക്കെങ്കിലും ഒക്കെ സ്റ്റേ ഒന്നും വലിയ താല്പര്യമില്ല. പോയി നീ വീട്ടിലത്തെ തരാമ്പോ അങ്ങനെ നമുക്ക് യാത്രകൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ ഡ്രൈവിങ്ങും ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
കുറേ നേരം നിന്ന് ഡ്രൈവ് ചെയ്യാനൊന്നും ഇഷ്ടമില്ല. അപ്പോൾ യാത്രകളൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ഒഴിവാക്കല പതിവ്. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള അസുഖം എനിക്കുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തണം. അതിപ്പോൾ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് അങ്ങനെയാ. നമ്മൾ എവിടെ ഏതാണോ നമ്മുടെ വീട് അവിടെ വൈകുന്നേരം എത്തി എൻ്റെ കട്ടില് പുതപ്പ് എന്നുള്ളൊരു സ്വഭാവമുണ്ട്. നമ്മുടെ ആ ചേച്ചി പറഞ്ഞില്ലേ, അതവിടെ എത്തുമ്പോൾ എന്നും പറയും യാത്ര പോവാൻ ഇഷ്ടമില്ലാണ്ടൊന്നല്ല, യാത്ര ആർക്കും ഇഷ്ടമില്ലാത്ത. പക്ഷെ നമുക്ക് നമ്മളുടെ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിളിൻ്റെ മേഖലയായ കാരണം അതൊരു ദിവസം മുടക്കിയിടാനോ അങ്ങനെ പറ്റിയ സംഭവമല്ല. നമ്മൾ തിരുവോണത്തുനിന്നാൽ പോലും കട തുറന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. പലർക്കും പല ആവശ്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് മിസ്സായി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ പല യാത്രകളും ഒഴിവാക്കും. ഇനി നമുക്ക് യാത്രകളൊക്കെ പോവാം കുറേശ്ശെ. കേട്ടിട്ടുണ്ട്. സംസാരിക്കാൻ വളരെ ഇഷ്ടമുള്ള രണ്ടാൾക്കാരാണ് ഞങ്ങൾ. എന്നാൽ സമയമില്ലാത്തവരും ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ സൊറയൊക്കെ പറഞ്ഞ് നമ്മുടെ ആട്ടും കാഷ്ടം പൊടിപ്പിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും അവിടെ രാധേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. രാധാകൃഷ്ണേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി എടുക്കുന്ന ഡ്രൈവർ ചേട്ടനാണ് കേട്ടോ. അങ്ങനെ അവിടെ ആട്ടും കാഷ്ടം കയറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓവർ ടൈം നിന്നിട്ടാണ് അത്ര ആ ചേട്ടന്മാർ 100 ചാക്ക് 150 ചാക്ക് അങ്ങോട്ടുണ്ടായിരുന്നു ആട്ടും കാഷ്ടം പൊടിച്ചെടുത്തത്. കാരണം വളരെ ചെറിയ മെഷീനാണ്. നീല ഷർട്ട് ഇട്ട ചേട്ടനാണ് രാധാകൃഷ്ണേട്ടൻ കേട്ടോ. രാധാകൃഷ്ണേട്ടനാണ് നമുക്ക് പച്ചക്കറി എടുക്കാൻ വേണ്ടി മൈസൂർക്കും സേലത്തേക്കും എവിടേക്ക് വേണമെങ്കിലും പോകുന്ന ഒരാൾ. കുറേ നാളായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. ഈ ആട്ടും കാഷ്ടങ്ങളുടെ ഈ ഒരു ചാക്കുണ്ടല്ലോ, അത് ആ ചേട്ടൻ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഞാൻ ആട്ടും കാഷ്ടം പൊടിപ്പിക്കുന്നത് കണ്ടോ, ആ ചേട്ടൻ നമ്മുടെ മില്ലിൽ ഇങ്ങനെ പൊടിപ്പിക്കുന്ന പോലെയാണ് പൊടിപ്പിക്കണത്. എനിക്ക് ആട്ടും കാഷ്ടത്തിന്റെ മണമായിട്ടല്ല കേട്ടോ അവിടെ ചെന്നപ്പോൾ ഫീൽ ചെയ്തു. ഒരു ആയുർവേദ ഷോപ്പിൽ പോയ പോലെ ഒരു ഫീലായിരുന്നു. കാരണം ഇവർ തിന്നുന്നതൊക്കെ ഈ ഒരു പച്ചമരുന്ന് പോലത്തെ സംഭവങ്ങളായ കാരണം കൊണ്ടായിരിക്കാം. അതാണ് ഇത് കളക്ട് ചെയ്യുന്ന മെഷീൻ. ഇവിടെയാണ് അപ്പോൾ നമ്മൾ ജൈവവളങ്ങൾ പൊടിക്കണ സ്ഥലമാണത്. മണ്ണുത്തിയിൽ മുളയൻ റോഡിലുള്ള മുളയൻ റോഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ ആട്ടുംകാട്ടം. അത് ഇവിടെ ലോഡ് കണക്കിന് വരും കേട്ടോ. ലോഡ് കണക്കിന് വരും. വന്നിട്ട് ഇവർ പൊടിച്ച് ചാക്കാക്കിയിട്ട് നമുക്ക് തരും. 1 കിലോന് 10 രൂപയാണ് വിലയുള്ളൂ. പുറമേ നമ്മളൊക്കെ അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ വില കൂടുതലൊക്കെ ഉണ്ടാവും. നമ്മുടെ ഇവിടെ കിട്ടുന്ന ആട്ടും കാഷ്ടം നമ്മുടെ ഇവിടുത്തെ നാട്ടിലത്തെ ചേട്ടന്മാർ കാട്ടിലൊക്കെ അഴിച്ചു വിട്ടിട്ട് ആടിനെയൊക്കെ വളർത്തുന്ന കാരണം കൊണ്ട് നമുക്ക് നല്ല ആട്ടും കാഷ്ടം കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ പറയുന്നത് ഇപ്പോഴത്തെ ആട്ടും കാഷ്ടങ്ങൾക്കും ചാണകത്തിനും ഒന്നും പണ്ടത്തെ അത്ര ഒരു ഗുണമില്ല അത്ര. നമ്മൾ ഈ മറ്റേ കാലിത്തീറ്റയൊക്കെ കൊടുത്ത് പാലിന് വേണ്ടിയിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുന്ന സാധനത്തിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത്. ആട്ടും കാഷ്ടം പൊടിക്കാനും കോഴിക്കാഷ്ടം പൊടിക്കാനും നമ്മൾ കാട്ടം എന്നാട്ട പറയാ, കാഷ്ടം എന്നൊന്നും പറയാറൊന്നുമില്ല. അതിനൊക്കെ നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് 3 മില്ലുണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അതുപോലെ തന്നെ വേറെ കുറെ സംഭവങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. 2 ട്രിപ്പ് വേണം, 100 ചാക്ക് വേണം. അതിലിപ്പോൾ പകുതിയാണ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ കയറുള്ളൂ. 60 എണ്ണം കയറ്റിക്കും. അപ്പോൾ 8 ചാക്ക് 1 കിലോന്. പിന്നെ ഇത് വരണത് ബയോ കമ്പോസ്റ്റ് ഇത് വരണത്. പിന്നെ ഇത് കക്ക പൊടിച്ചത് നമ്മുടെ ഇത് കളയാനല്ലേ. പിന്നെ ഇത് നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക് ഇത് വരണത്. ഇത് നമ്മുടെ ഡോളോമെറ്റി ഇത്. പിന്നെ ഇത് നമ്മുടെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് വിത്ത് മുളപ്പിക്കാനായിട്ടുള്ളത് ഇത്. പിന്നെ ഞാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറിയത് നിരങ്ങാന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ചെടിക്കിടുന്ന വളങ്ങൾ കണ്ടായിരുന്നു. അതായത് നമ്മുടെ എല്ലുപൊടി, ചാണകപ്പൊടി, അതുപോലെ തന്നെ കമ്പോസ്റ്റ്, ബയോ കമ്പോസ്റ്റ്, സ്യൂഡോമോണാസ്, DAP, NPK അങ്ങനെയുള്ള ഒരുപാട് പൊടികൾ. അത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മീൻ ചേച്ചി എനിക്ക് കാണിച്ചു തരാണ്. മീൻ ചേച്ചി നമ്മുടെ ഡോൺ ബോസ്കോർ അവിടുത്തെ കടയിലത്തെ അരുളിന്റെ അമ്മയാണ്, നമ്മുടെ സ്റ്റാഫിന്റെ അമ്മയാണ്. ഇത് മണ്ണിര കമ്പോസ്റ്റ്. പിന്നെ ഇത് പറയുമ്പോൾ നമ്മുടെ നീം പൗഡറിനെ ഫസ്റ്റ് ക്വാളിറ്റി പൊടിച്ചത്. ഇത് എല്ലുപൊടി ഫസ്റ്റ് ക്വാളിറ്റി. പിന്നെ അത് എല്ലുപൊടി സെക്കൻഡ് ക്വാളിറ്റി. ഇത് ഡോളോമേറ്റ് ട്രൈക്കോഡർമ. ഇതന്നെ ട്രൈക്കോഡർമ ഇതേപോലെ തന്നെ പാക്കറ്റാണ്. 40,800 രൂപ. അതായത് 4 ടൺ 4000 കിലോ. കഴിഞ്ഞാൽ 700 രൂപ ഉണ്ടായുള്ളൂ. അത് 10 കിലോ ചാണകപ്പൊടി കൂടെ എക്സ്ട്രാ ആക്കിയിട്ടുണ്ട്. ഞാൻ പൈസ 40,800 കൊടുത്തു. 10 രൂപയാണ് 1 കിലോന് വില. അതായത് ആട്ടും കാഷ്ടത്തിൻ്റെ പൊടിയും ചാണകത്തിൻ്റെ പൊടിക്കൊക്കെ 10 രൂപയാണ് വില. ഇവിടെ
നമ്മൾ പുറമെ 5 കിലോ 10 കിലോ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ 20 രൂപ മേടിക്കുന്നവരുണ്ട്, ഇരട്ടി പൈസ മേടിക്കുന്നവരുണ്ട്, അതിൽ കൂടുതൽ മേടിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ വില കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ നമുക്ക് കൂടുതൽ വേണമല്ലോ. പണിയുണ്ടല്ലോ, ഇത് പൊടിച്ചെടുക്കണ്ടേ, മറ്റേ എന്താ അരി പൊടിക്കണ അരി പൊടിപ്പിച്ചെടുക്കണം, ആട്ടും കഷ്ടം. നല്ല ശരി. അത് നമ്മുടെ മണ്ണുത്തി കടയിൽ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ അമ്മയാണ്, മിനി ചേച്ചി, അരുളിൻ്റെ അമ്മയാണ്. ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ആളിവിടെയാണെന്ന്. കഴിഞ്ഞ ട്രിപ്പ് ഞാനിത് അന്വേഷിക്കാനായിട്ട് വന്നപ്പോൾ അറിഞ്ഞ ആളിവിടെ ജോലി ചെയ്യണമെന്ന് അറിഞ്ഞ്. അപ്പോൾ ഞാൻ കട ഇങ്ങനെ നമുക്ക് മണ്ണുത്തിയിലോട്ട് ഷോപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കടയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മനസ്സിലായേ. അപ്പോൾ നമുക്ക് പോവാം. ഇതിപ്പോൾ കൃഷിഭവനിൽ കൊടുത്തു നോക്കാമെന്ന് വിചാരിക്കുന്നു. എത്രയും കണ്ട് ശതമാനം സബ്സിഡിയൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്യണ്ടെങ്കിലും കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. ഇതെന്തായാലും വലിയ എമൗണ്ടിൻ്റെ ഉണ്ടാവും ഈ വർഷേ. ബില്ലുകൾ ഇത്തിരി കൂടുതലുണ്ടാവുമല്ലോ, നമുക്ക് 10,000-7,000 വാഴകളല്ലേ. അപ്പോൾ ബില്ലുകൾ കൂടുതലുണ്ടാവും. എന്തായാലും കൃഷിഭവനെ ഒന്ന് സമീപിച്ച് നോക്കാം. നമ്മൾ ചിലപ്പോൾ അന്വേഷിക്കാത്തത് കൊണ്ടായിരിക്കും, കൃഷിഭവന്റെ കുഴപ്പമായിരിക്കില്ല. നമ്മൾക്ക് വീട്ടിൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലണം. നമ്മൾ ആവശ്യക്കാരായിട്ട് ചെല്ലുമ്പോഴാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ അതെന്തായാലും നമ്മുടെ കൃഷിഭവനിൽ കാണിക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് ഷോട്ടുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വാഴത്തോട്ടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ വാഴത്തോട്ടം കുറച്ച് ദിവസം മുന്നേ കണ്ടിട്ടുള്ളവർ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും, ദൈവം ഇത് ഇത്രമാത്രം ഇങ്ങനെ വളർന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവും. കൃഷിക്ക് താല്പര്യമുള്ള ആൾക്കാരൊക്കെ അത് പെട്ടെന്ന് ശ്രദ്ധിക്കും, നമ്മുടെ ചാനലിൽ കാണുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പോൾ രതീഷും രാധാകൃഷ്ണേട്ടനും നമ്മുടെ വളച്ചാക്കൊക്കെ ഇറക്കിയിടുന്നുണ്ട്. അതുപോലെ തന്നെ കാട് പിടിച്ചു കേട്ടോ മൊത്തത്തിൽ എല്ലാവിടും. ഇനിയിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഈ നമ്മൾ വിതച്ചിട്ടുള്ള നമ്മുടെ ആ പയറുണ്ടല്ലോ അത് വാഴയുടെ കടക്കിയിട്ടിട്ട് ഒരു പച്ചില വളം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഞാനും ഭാഗ്യനെ കല്യാണം കഴിച്ചപ്പോഴേ അതൊക്കെ കണ്ടു തുടങ്ങി. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയില്ല. അതാ നമ്മുടെ ഭാഗ്യം പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നമ്മൾ വന്നപ്പോൾ വിജനമായി കിടന്ന നല്ല ഭംഗിയുള്ള ഭൂമി വീണ്ടും പയറൊക്കെ മുളച്ചതായി. ഇനി കൃഷിയാണ് പയർ. ഇനി ഇത് വലിച്ചതിന്റെ കടക്കിട്ട് കളയണം. അപ്പോൾ ഭാഗ്യൻ ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഞങ്ങളുടെ കിളി പോയിരിക്കുന്ന സമയത്താണ് രാധാകൃഷ്ണേട്ടൻ 2ാമത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഷോപ്പിലെത്തി. നമ്മുടെ ഷോപ്പിൽ ഒരുപാട് പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ കാലത്ത് കൊണ്ടുവന്ന ചക്ക ഏകദേശം കഴിയാറായിട്ടോ. അതിൽ പകുതി അടക്കം മുറിച്ച് കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. ചക്കയ്ക്കൊക്കെ നല്ല ഡിമാൻഡാണല്ലോ ഇപ്പോൾ. അങ്ങനെ നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ചു. ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഈ ഗ്ലാസ് വേണമെങ്കിൽ ഭാഗ്യന് മാത്രം 2 ജ്യൂസ്. എന്തെല്ലാം കുട്ടിത്തരങ്ങളാണ് നമ്മൾ കാണിക്കണമെന്നില്ലേ. ഭർത്താക്കന്മാരുടെ അടുത്തല്ലേ നമുക്കിതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഇവൻ നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോലും കാണിക്കാൻ പറ്റില്ല. ഇത് പോത്ത് പോലെ വളർന്നിട്ട് ഇവൾക്ക് ഈ കുട്ടിത്തരങ്ങൾ കാണിക്കൽ നിർത്താറായില്ല ചോദിക്കും. പക്ഷെ ഭർത്താക്കന്മാർ ചോദിക്കില്ല. അമ്മയും നമ്മുടെ വാസുദേച്ചി ഇരുന്നിട്ട് ഇതേ എന്തൊക്കെയോ ഇരുന്ന് തിരയായിരുന്നു. മാത്രമല്ല നമ്മുടെ കടയിൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നല്ല നാടൻ പയർ, മണി മാത്രമുള്ള പയർ, എന്തൊരു രുചിയാന്നറിയോടെ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നമ്മുടെ വീട്ടിൽ ഈ പയറാ ഇന്ന് കാലത്ത് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കടയോട് വിട പറഞ്ഞ് പോവുകയാണ് മക്കളെ വീട്ടിലേക്ക്. മുല്ലത്തറ നിറച്ച് മണ്ണ് നിറച്ച് മുല്ലത്തൈ വെക്കാൻ പോവാം. മുല്ലയല്ല, മുല്ലയും തുളസിയും പിന്നെന്താ ചെത്തി 3 കൂടി വെക്കണം എന്ന് പറയണം. അതാണ് മുല്ലത്തറ എന്ന് പറയുന്നത്. അതെ, നമുക്ക് കമന്റ് ബോക്സിലും പിന്നെ കൂട്ടുകാരൊക്കെ പറഞ്ഞു തന്നതാണ് കേട്ടോ. അങ്ങനെ വെച്ച് നോക്ക് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ഭാഗ്യം പറയുന്ന ഏതെങ്കിലും ഒന്നാ പിടിക്കുള്ളൂ. പറഞ്ഞു മഞ്ഞള് നടണത് നല്ലതാന്നൊക്കെ പറഞ്ഞു. ഈ 3 നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികളാ. അത് കാരണം 3 നടുക. എന്തായാലും തുളസി വലുതാവുന്നു തോന്നുന്നു കേട്ടാ. ബാക്കിയൊക്കെ അടിയിൽ നിൽക്കുള്ളായിരിക്കും. എന്നാലും വല്ലപ്പോഴും ഒരു മറ്റേ എന്താ പറയുക മുല്ലപ്പൂവൊക്കെ ഉണ്ടായി കാണുമ്പോ ഒരു സന്തോഷ അതിന്റെ അടിയിൽ. അത് 3 കൂടി വെക്കുന്നത് അറിയാം. ഇത്തിരി വലുപ്പൊക്കെ ഉണ്ടായിരിക്കും. ഇത് അത്ര വലുപ്പൊന്നുമില്ല. തുളസി വെക്കാനുള്ളതുള്ളൂ സത്യം പറഞ്ഞാൽ. നമുക്ക് വെക്കാം. ഉണ്ടാവട്ടെ. കരുത്തുള്ളവൻ വളർന്നു വരട്ടെ. ഡാർവിന്റെ സിദ്ധാന്തം. തുളസിയല്ല, തുളസി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പെട്ടെന്ന് രാത്രിയാവുണ്ടല്ലേ. നിലാവ് മാത്രമേ ഉണ്ടാവണുള്ളൂ. ആകെ ഇരുട്ടായിട്ടാണ് നിൽക്കണേ. അങ്ങനെ നമ്മുടെ മുല്ലത്തറയിൽ നമ്മൾ ചെടി വെക്കാൻ പോവുകയാണ് മക്കളെ. ചെടിയും വെച്ചിട്ടുണ്ടെങ്കിൽ മുല്ലത്തറ എന്ന് പറയുമ്പോൾ 3 കൂട്ടം ചെടികൾ, മുല്ല, തെച്ചി,
നമ്മുടെ നാട്ടിലത്തെ ചെത്തി അതുപോലെ തന്നെ തുളസി ഇത് 3 വെക്കണം അത്ര, അപ്പോഴാണ് മുല്ലത്തറയാവുള്ളൂ. നമുക്കിത് തുളസിത്തറയാണ്. പക്ഷേ എനിക്ക് എന്തോ പിള്ളേർ ഇങ്ങനെ കമൻറ്റ് ചെയ്തപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അരുന്ധതി പറഞ്ഞപ്പോഴും എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഇച്ചിരി സ്പേസിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും രീതിയിലുള്ള കാര്യങ്ങൾ ഒപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുഞ്ഞി പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെത്തിയും ഞാനൊരു നമ്മുടെ മണ്ണൂത്തിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാനൊരു മുല്ലയും മേടിച്ചു. അപ്പോൾ അതൊക്കെ നട്ടുവിട്ടാ. അവിടെ ഇരുന്ന് എന്തോ കുണുകുണു പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും കേൾക്കില്ല എന്നുള്ള കാര്യം എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്താ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ എത്രയോ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത്. ഇന്നലെ സംഭവിച്ച ഒരു കാര്യങ്ങളും ഇന്ന് അതേപോലെ തന്നെ സംഭവിക്കാറില്ല അല്ലേ? പുതിയ പുതിയ കാഴ്ചകൾ, പുതിയ പുതിയ ആളുകൾ, പുതിയ പുതിയ അനുഭവങ്ങൾ. ഇന്നിപ്പോൾ എത്രയോ ആൾക്കാരെ നമ്മൾ പുതിയത് കണ്ടേ, എത്രയോ കാര്യങ്ങൾ പുതിയത് പഠിച്ചേ. ഓരോ ദിവസങ്ങളും നമുക്ക് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതവും ഇതുപോലെ തന്നെ ക്യാമറയിൽ പകർത്തി എഡിറ്റ് ചെയ്ത് ഇങ്ങനെ മറ്റുള്ളവർക്ക് കാണാൻ പാകത്തിനാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസങ്ങളും വളരെ വ്യത്യസ്തമായിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ ആസ്വദിക്കാൻ നമുക്ക് മനസ്സുണ്ടാവണം, ആരോഗ്യം ഉണ്ടാവണം. അതെല്ലാം നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മുടെ മുല്ലത്തറയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു നാദിറാണ് നമുക്ക് മുല്ലത്തറ ഇത്രയും ഭംഗിയിൽ ഉണ്ടാക്കി തന്നത് കേട്ടോ. അങ്ങനെ മുല്ലത്തറയിൽ ഇനിയും നിറയെ ചെത്തിപ്പൂക്കളും നമ്മുടെ മന്ദാരങ്ങളും നമ്മൾ നടാത്ത കാരണം നമുക്ക് മുല്ലപ്പൂവിലേക്ക് മാറാം. മുല്ലപ്പൂവും തുളസിയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല വിശേഷങ്ങളും ഇതിലും നല്ല കാഴ്ചകളായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ ബൈ. ഭാഗ്യൻ ആൻഡ് ശ്രീജ.